ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ നല്ല ഇവിടെ ഹോട്ടലിൽ നിൽക്കുകയാണ്. എൻ്റെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് 4:25 എന്തോ ആണ്. 12 മണിക്ക് കയറണം. കാര്യം ഇപ്പോൾ വാറൻ്റെയൊക്കെ ഇതായതുകൊണ്ട് എന്തോ 4 മണിക്കൂർ മുമ്പേ കയറണമല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇവിടെ നിന്നൊരു എത്ര മണിയാണ് 11 മണി ഞാൻ പറഞ്ഞല്ലേ, ഒരുത്തോടെ കിടന്നുറങ്ങുന്ന ഒരുത്തൻ വെളിയിലോട്ട് പോയിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മൾ കേരളത്തോട് ബൈ ബൈ പറയുക. പോയിട്ട് വരാൻ പോലീസേ എയർപോർട്ടിൽ ചൂട് നമ്മൾ യാത്ര പറയായിരിക്കും. എനിക്ക് തോന്നുമ്പോൾ എണീറ്റ് കൊണ്ടാക്കുമായിരിക്കും. അത് ആകുമ്പോൾ ചെണീപ്പിക്കണേ. അപ്പോൾ നമ്മൾ നല്ല UK എത്തിയിട്ടുണ്ട്. UK എത്തി. ഇത് സൗത്താംപ്ടണിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു ഹോട്ടലിൽ വന്നു, റൂമിൽ വന്നു. ഇത്ര നേരം ഫ്ലൈറ്റിൽ കയറുന്നയോ അതൊന്നും വിഷ്വൽ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഭയങ്കര ടയർഡ്. എന്താ ഒന്ന് ഇറങ്ങുന്നേ പറ്റില്ല. കാര്യം ഈ പെട്ടിയും കൊണ്ടിട്ട് എങ്ങനെയും ഊബർ കണ്ടുപിടിക്കാൻ തന്നെ കുറേ ഇടന്നേ കറങ്ങി. ക്യാമറ എല്ലാം ബാഗിനകത്തുമായിരുന്നു. അങ്ങനെ ഊബറും കണ്ടുപിടിച്ചിട്ട് പിന്നെ അവിടെ നേരെ ഊബർ കയറി ഉറങ്ങിപ്പോയി. ഇടയ്ക്കൊന്ന് ഉറക്കം വേണ്ടിയിട്ട് എന്തെങ്കിലും വിഷ്വൽ എടുക്കാൻ നോക്കിയാൽ ഭയങ്കര ബ്ലോക്കും. പിന്നെ വീണ്ടും ഉറങ്ങിപ്പോയി. അങ്ങനെ ഇവിടെ എത്തി. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് പുറത്തോട്ട് പോയി സൗത്താംപ്ടണിൻ്റെ കുറച്ച് നടക്കുന്നതൊക്കെ ഒന്ന് എടുത്തിട്ട് വരാം. അപ്പം സംഭവം എത്തിയിട്ടുണ്ട്. ഇന്നിനിയിപ്പം ഇവിടെ രാത്രി സ്റ്റേ ആണ്, സൗത്താംപ്ടണിൽ സ്റ്റേ ആണ്. ഇന്നിപ്പോൾ പോയൊരു ഫ്രണ്ടിനെ കാണണം. അവനെ കണ്ടിട്ട് അവൻ്റെ കുറച്ച് സാധനങ്ങൾ വീട്ടിൽ നിന്ന് കൊടുത്ത് വെച്ചിട്ടുണ്ട്. അവൻ്റെ അത് കൊടുക്കണം. എന്നിട്ട് കുറച്ച് വിഷ്വൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കണം ഇവിടുന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും പുറത്തോട്ട് പോകാം. ഇവിടെ ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഇവിടെ ഹോട്ടലിൽ നിന്ന് കാർ പാർക്ക് ഹോട്ടലുണ്ട്. തൊട്ടപ്പുറത്തൊരു ഐക്യ ഉണ്ട് കേട്ടോ. അവിടെ എക്സ്പോഷർ കുറച്ച് കൂടുതലാണ്. ഇവിടെ ഐക്യ കാണാം. ഞാനപ്പോൾ ഇവിടുന്ന് നൈസായിട്ട് അങ്ങോട്ട് നടക്കുകയാണ്. അവനെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി നടക്കുകയാണ്. ഈ വലിയ വലിയ മക്ഡൊണാൾഡ്സൊക്കെ വരും നമ്മുടെ അങ്ങോട്ടൊക്കെയാണ്. അപ്പോൾ ഇവിടുത്തെ മക്ഡൊണാൾഡ്സ് ഡ്രൈ ത്രൂ ആയിരുന്നത്. വണ്ടികളോട് എതിർത്തിട്ട് മേടിച്ചുണ്ട്. നമ്മുടെ അങ്ങോട്ടൊക്കെയാണ് വലിയ മക്ഡൊണാൾഡ്സൊക്കെ വരും. ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു മക്ഡൊണാൾഡ്സാണ്. എല്ലായിടത്തും ഡ്രൈ ത്രൂ ആണ്. ഒരുവിധം എല്ലായിടത്തും. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഈ വ്ളോഗ് ഞാനധികം ഇങ്ങനെ ട്രാവൽ വ്ളോഗ് അധികം ചെയ്തിട്ടില്ല. എൻ്റെ ഫസ്റ്റ് ടൈമാണ്. ഇതിനു മുമ്പ് 2-3 ശ്രമം നടത്തി. പക്ഷേ അതങ്ങോട്ട് സക്സസ് ആയില്ല എന്ന് തന്നെ പറയാം. കാര്യം ലൈറ്റ് അവിടെ നിന്നല്ലേ. കാര്യം എന്താണെന്ന് വെച്ചാൽ അന്ന് ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. കാര്യം സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ പോലുള്ളവർ നല്ല സൂപ്പറായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന സാധനം ചെയ്ത് കുളമാക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും ചെയ്യായിരുന്നത്. പിന്നെ വേറൊരു കൺട്രി പോയി ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും ആദ്യമായിട്ട് ചെയ്യുമ്പോഴത്തേനും ഒരു സഭാകമ്പം എന്ന് പറയത്തില്ല നമ്മൾ, അതുണ്ട്. കാര്യം ആൾക്കാർ നോക്കും, പക്ഷെ നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല. എന്നാലും ചെറിയൊരിതുണ്ട്. ആ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ കണ്ടന്റ് എൻ്റർലി മാറിയെന്ന് എനിക്കറിയാം. എന്താ ഡോഗ്സൊക്കെ മാറിയിട്ട് പെട്ടെന്ന് വ്ളോഗിങ്ങിലോട്ട് വരുമ്പോഴത്തേനും പ്രസൻറ്റുള്ള സബ്സ്ക്രൈബേഴ്സിന് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. എങ്കിലും കുറേ പേര് പറയുന്നത് വീഡിയോ ഇടുന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. പിന്നെ എന്തായാലും ട്രാവൽ വ്ളോഗ്സ് ആയിരിക്കും. കുറച്ച് രാജ്യങ്ങളൊക്കെ കറങ്ങുന്നതും കാഴ്ചകളൊക്കെ ആയിരിക്കും കേട്ട വീഡിയോയ്ക്കകത്തുള്ളത്. അപ്പം ഇതിനു മുമ്പ് ഞാൻ കുറേ രാജ്യങ്ങളിൽ പോയിരുന്നു. പക്ഷേ അതൊന്നും വീഡിയോ ആക്കാൻ എനിക്ക് അപ്പം പറ്റിയില്ല. കാര്യം റാംബോ പോയി, പപ്പി പോയി, പിന്നെ വേറെ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് കുഞ്ഞു വലിയ പ്രശ്നങ്ങളിലായിട്ട് ചേർന്നിട്ട് ചാനലിൽ വീഡിയോ അങ്ങോട്ട് ഇടാനൊന്നും പറ്റുന്നൊരവസ്ഥയായിരുന്നില്ല. ഇപ്പോൾ കണ്ടില്ലേ, പണ്ടത്തെ എനർജി കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വരുന്നില്ല. ശ്രമിച്ചിട്ട് കിട്ടുന്നില്ല. നോർമലായിട്ട് പറയാനേ പറ്റുന്നുള്ളൂ. അപ്പം ഇനി എന്തായാലും വീഡിയോ കാണും. നമ്മൾ ട്രാവൽ വ്ളോഗ് തന്നെ ആയിരിക്കും വരുന്നത്. സോ ഇതൊരു ഫസ്റ്റ് വീഡിയോ ആയിരിക്കും കേട്ടോ. UK സൗത്താംപ്ടണിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതായിരിക്കും ഫസ്റ്റ് വീഡിയോ. ഇനി തൊട്ട് പ്രോപ്പറായിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് തുടങ്ങും. ഇനി നമുക്ക് കുറച്ച് വിഷ്വൽസിലോട്ട് പോകാം. ഇവിടെ എന്തോ ഫ്രൈഡേ എന്ന് പറയുന്നൊരു ബിൽഡിംഗ് ഉണ്ട്. അതാണ് ഐക്യ എന്ന് പറയുമ്പോഴത്തേനും യൂറോപ്പിലൊക്കെ കോമൺ ആയിട്ടുള്ളത്. നമ്മളവിടെ ഉണ്ട് കേട്ടോ. ഇന്ത്യയിൽ 1-2 സ്ഥലങ്ങൾ, 1-2 പുറത്ത് കാണും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഫർണിച്ചേഴ്സിൻ്റെയൊക്കെയാണ്. അവർ തന്നെ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഫർണിച്ചറുകളാണ്. അതിനകത്ത് ചെല്ലുമ്പോഴത്തേനും ഇപ്പോൾ കിച്ചണിൻ്റെയൊക്കെ സെറ്റപ്പിൽ ഭയങ്കരമായിട്ട് ഉണ്ടാക്കിയിട്ടേക്കാണ്. ഭയങ്കര വലുതാണ് ഇതിനകത്ത്. അപ്പോൾ അതിൽ കയറി ഇങ്ങനെ ഓരോന്ന് എക്സ്പ്ലോർ ചെയ്ത് കാണാം. അതാണ് സംഭവം, വേറെ ഒന്നുമില്ല. നമ്മളവിടെ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അധികം ആരും നമ്മളങ്ങനെ എന്താ കയറി കാണാനായിട്ട് നോക്കത്തില്ലല്ലോ. ഓരോ സഭാകമ്പമാണ്. പക്ഷെ ഇവിടെ അങ്ങനെ പ്രശ്നമില്ല, നമുക്ക് നോക്കിയെടുക്കാം. ഇപ്പോൾ നോക്കി, ഇതാണ് സൗത്താംപ്ടണിൻ്റെ ഒരു ഈ സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ സമ്മതിക്കണം കേട്ടോ. പുള്ളിയൊക്കെ ഭയങ്കര സംഭവമാണ്. എന്ത് കിടിലമായിട്ടാണ് ചെയ്തിരുന്നത്. എന്നെക്കൊണ്ട് അങ്ങ് ആ ലെവലൊക്കെ എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്തിരി പാടുള്ള കാര്യമാണ് കേട്ടോ. ഇപ്പം എങ്ങോട്ട് നടക്കണമെന്നൊരു പിടിയില്ല. എവിടെ ഒരു ജിമ്മിൻ്റെ ലൊക്കേഷൻ ഇടാന്നാണ് അവൻ പറഞ്ഞത്. ഫസ്റ്റ് കേസ് എന്താണെന്നറിയാവോ, ആ ഒരു സഭാകമ്പം തന്നെയാണ്. ആൾക്കാരെന്ത് വിചാരിക്കും. അത് മാത്രമല്ല, യൂറോപ്പിലോട്ടൊക്കെ വന്നുകൊണ്ട് ഈ സൈഡിലായതുകൊണ്ട് ചിലപ്പോൾ വിഷ്വൽസ് എല്ലാവരുടെയും എടുത്തോട്ട് വിഷ്വൽസ് പിടിക്കുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെയൊക്കെ ഉള്ളൊരു ഇഷ്യൂ ഉണ്ടായതുകൊണ്ടാണ് ആദ്യത്തെ വീഡിയോയ്ക്ക് ഒരു ചെറിയൊരു ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാം. സോനെ കിട്ടി കണ്ടാ, ഒരു മലയാളിയെ കണ്ടപ്പോൾ തന്നെ വ്ളോഗിൻ്റെ ഇതങ്ങ് മാറിയടാ. ട്രൈ അടിച്ചാൽ ഹലോ മലയാളം കിട്ടിയപ്പോൾ എനർജി കൂടിയുണ്ടോ?
ഇതാണ് സൗത്ത് ആൻഡൻ്റെ കോർന്ന് വേണമെങ്കിൽ പറയാം. കോർന്ന് എന്താണ് മലയാളം പറയുന്നത്? ഹൃദയഭാഗം. ഹൃദയഭാഗം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നൈസ് സ്പോട്ടാണ്. ഈ സ്ഥലം കണ്ടിട്ട് വാട്ടർഫോളൊക്കെ ഇത് കണക്കാം. നോർത്തേൺ അയർലൻഡ് വാട്ടർഫോള്, ലിവർപൂളൊക്കെ ഇതിലും ഭയങ്കര തിരക്കാണ്. ഏകദേശം ഇതേ പാറ്റേൺ അവരുണ്ടാക്കി വെച്ചേക്കുന്നത്. പക്ഷെ ഒരുപാട് കൺസ്ട്രക്ഷൻസ് ഉണ്ട്. ഗൈസ് ഇവിടെ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു, മറന്നു പോയതാണ് കേട്ടോ. കഴിഞ്ഞ പട്ടം വന്നപ്പോഴത്തേക്കും ഞാനിവിടെ വന്നിട്ടുണ്ട്. ഈ സ്പോട്ടിൽ അന്ന് നൈറ്റായിരുന്നു, അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവാത്തത്. ഈ രണ്ട് പുലിക്കുട്ടന്മാരെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഈ സ്ഥലം. അന്ന് ഇവിടേക്ക് ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. അവിടെ സുജിത് ഭക്തനൊക്കെ പിന്നെ വ്ളോഗല്ലേ പറഞ്ഞു ഇതന്നെ പറയുമല്ലേ. പക്ഷേ മറ്റേ സന്തോഷ് വർക്കുള്ള പുള്ളിയുടെയൊക്കെ എന്ത് പെർഫെക്റ്റാണ് സാധനം. നമ്മളിങ്ങനെ അലിഞ്ഞിരുന്ന് പോകത്തില്ല അതിനകത്തോട്. എടാ ഇതേതോ ഒരു പണ്ടത്തെ ഒരു പള്ളിയാട്ടോ, പൊളിഞ്ഞിട്ടുണ്ട്. അയ്യോ എക്സ്പോഷർ കൂടിപ്പോയി. അപ്പോൾ ഞാൻ ലെൻസ് 50 ഇട്ടേക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ സൂമായിട്ടിരിക്കുന്നത് കേട്ടോ. എനിക്ക് സൂം ഔട്ട് ചെയ്യാൻ. സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അടിപൊളിയായിട്ട് പറഞ്ഞാൽ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ. പക്ഷേ എനിക്ക് എൻ്റെ ഹിസ്റ്ററി ഒന്നും അറിയത്തില്ല. നിനക്കൊന്നും അറിയോടാ? അവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. ആരുടെ മെമ്മോറിയൽ പള്ളിയാണ്, എന്തോ പറ്റിയതൊന്നും എഴുതിയിട്ടില്ല. അതാ നിങ്ങൾ വായിച്ചെടുത്തോ, ക്ലിയർ ആവുമല്ലോ. വിഡോസിനും ഓർഫൻസിനൊക്കെ വേണ്ടിയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്ത് ആരുടെയോ മെമ്മറിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു പള്ളിയാട്ടോ അത്. അപ്പോൾ സംഭവം നൈസാണ്. അകത്തൊക്കെ വീഡിയോ എടുക്കാം അവിടെ. അതിൻ്റെ കുഴപ്പമൊന്നും കാണത്തില്ലല്ലോ. ഈ കപ്പലിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. ഒരു ആങ്കറൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മുകൾക്കൂരയൊന്നും ഇല്ല കേട്ടോ, അത് പൊളിഞ്ഞു പോയതല്ല. ഒക്കെ അവിടെ ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു പെങ്കൊച്ച് അവിടെ നിന്ന് പാട്ട് പാടുന്നുണ്ട്. അയ്യോ നല്ലോണം പാടുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു ബസ് പോകുന്നുണ്ട്. ഇതൊക്കെ കോർ ഭാഗമാണ്. വൈഡ് ആംഗിൾ അല്ല ഇട്ടേക്കുന്നത്, അതുകൊണ്ടൊരു സുഖം കാണത്തില്ല വിഷ്വൽ കാണാൻ. സൗത്ത് ആൻഡൻ്റെ കോറാണ് ഇതെല്ലാം. ഇപ്പോഴാണ് ക്രൂസ് ടെർമിനൽ അപ്പുറത്ത്, അതുകൊണ്ട് ഇവിടെ മൊത്തം ആങ്കറിൻ്റെ ആക്കി ഇത് വെച്ചേക്കുന്നത് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. 9 മണി. 9 മണിക്ക് നല്ല വെട്ടമാണ് കേട്ടോ. ഇവിടെയൊക്കെ തീരെ ഇരുട്ടായിട്ടില്ല. അവരൊക്കെ നല്ലോണം കാണാം. 9 മണിക്കാണ് ഇരിക്കുന്നു. നമുക്ക് വെട്ടിത്തിളങ്ങി. ഞാൻ ക്യാമറ കുറച്ച് ബ്രൈറ്റ്നസ് കുറച്ചിട്ടേക്കുക. ഇങ്ങോട്ടൊക്കെ കുറച്ച് ഒഫീഷ്യൽ ബിൽഡിങ്സ് ആണെന്ന് തോന്നുന്നു അവരുടെ. ഇതൊരു നല്ലൊരു പാർക്ക് ഇവിടെ ഉണ്ട്. ബസ് സ്റ്റാൻഡ്, ബസ്സുകൾ, പമ്പുകൾ. അപ്പോൾ ഞങ്ങളിപ്പോൾ നടന്നു വന്ന ബാക്ക് സൈഡിലോട്ട് ഭയങ്കര തിരക്കാണ്. അവിടെ മൊത്തം പബ്ബുകളുടെയൊക്കെ ഏരിയ അതാണ്. ഇത് കുറേ ഒഫീഷ്യൽ ബിൽഡിങ്സ് ആണെന്നല്ല, തിരക്ക് വളരെ കുറവ്. ഗൈസ് അവന് സാധനം കൊടുക്കാനാണ് വന്നത് ഇങ്ങോട്ട്. സാധനം മേടിക്കാതെ പോയി. ഇപ്പോൾ തിരിച്ച് നടന്നു വരും. ഞാൻ കുറച്ച് ഹോട്ടലിൻ്റെ അടുത്തെത്താറായിരുന്നു. വേമ്പ എന്തൊരു ഓർമ്മയാടാ അതിനൊക്കെ. ഞാൻ പറഞ്ഞില്ല എന്നെ ഓർമ്മിക്കണില്ല, ഞാൻ മറന്നു പോകുന്നു. ഗൈസ് ഹോട്ടലിലേക്ക് അങ്ങോട്ട് നടക്കുക. വോയിസ് ക്ലിയർ ആവുമെന്ന് എനിക്ക് അറിയാൻ വയ്യ. കാര്യം ഞാൻ മൈക്ക് ഊരി മാറ്റിയായിരുന്നു. ഭയങ്കര ഹെവി ആയതുകൊണ്ട് മൈക്കെല്ലാം ഊരി മാറ്റി. എന്നിട്ട് ഇങ്ങനെ നടക്കുക. ആ നൈറ്റിൻ്റെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലൈറ്റ് ബ്രൈറ്റ്നസ് കുറച്ചിട്ടേക്കുന്നത്. നല്ല രസമുണ്ട്. ഇതാണ് അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. എല്ലാം അടുത്തടുത്ത് തന്നെ ഉണ്ട്. ക്രൂസ് ഷിപ്പിൻ്റെ ടെർമിനലുണ്ട്, റെയിൽവേ സ്റ്റേഷനുണ്ട്, എയർപോർട്ടും ഉണ്ട്. ഗൈസ് വെട്ടം ഭയങ്കര ശോകമാണെന്നറിയാം. എന്തായാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോളേ ആ വീഡിയോ പ്രോപ്പറായിട്ട് എനിക്ക് അപ്പോൾ എൻഡ് ചെയ്യാൻ പറ്റിയില്ല. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു വന്നിറങ്ങിയതുള്ള അതിൻ്റെ തിരക്കിൽ ഞാൻ എന്താ പറയുക, വന്നിറങ്ങുന്ന കോഴിക്കുഞ്ഞിനെ കണക്ക് ഓടി നടന്നതാണ്. അതുകൊണ്ട് എനിക്കത് പ്രോപ്പറായിട്ട് ഫിനിഷ് ചെയ്യാനൊന്നും ഉള്ള സമയം കിട്ടിയില്ല. സോ ഇനി നമ്മൾ പ്രോപ്പറായിട്ട് അപ്പം ചാനലിൽ വീഡിയോ ഇടും. ഇതൊരു ജസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് മാത്രം കാണുക. എന്താ പറയുക, ഈ വീഡിയോയ്ക്കകത്ത് ജസ്റ്റ് തുടങ്ങണമല്ലോ, തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ബാക്കി പ്ലാനുകളൊക്കെ മനസ്സിലുണ്ട്, എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, കണ്ടന്റ് എങ്ങനെ കൊണ്ടുപോകണം. അപ്പോൾ അതെല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് അടുത്ത വീഡിയോ മുതൽ റെഡിയാക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ തുടങ്ങും. അപ്പോൾ ശരി, ഞാനാണെങ്കിൽ ആ വീഡിയോയിൽ എൻഡിങ്ങിൽ ബൈ ഒന്നും പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ ബൈ പറയാൻ വേണ്ടി വന്നത്. സോ ഇനി പ്രോപ്പറായിട്ട് വീഡിയോ കാണും. എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.